ദൈവവചന സന്ദേശം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ഈ പ്രഭാതത്തിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. 23-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ ദാസനായ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസൻ വിളിച്ചു പറയുന്നൊരു വാക്കാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവ എന്ന പദം പഴയ നിയമത്തിൽ 5700-ൽ പരം പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായി കാണുന്നു. എരിയുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് ഈ പേര് വെളിപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എബ്രായ ഭാഷയിൽ 4 അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന ഈ പേര് യഹോവ എന്നാണ് ഉച്ചരിക്കുന്നത്. ഈ നാമം വളരെ പവിത്രമായി യഹൂദർ കരുതിയിരുന്നതിനാൽ പാപപരിഹാരത്തിൻ്റെ മഹാദിവസം പോലെയുള്ള ചില പ്രത്യേക അവസരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനല്ലാതെ ആരും ഈ നാമം ഉച്ചരിച്ചിരുന്നില്ല. യഹോവ എന്ന വാക്കിനെ മനസ്സിലാക്കിയാൽ 2 അർത്ഥതലങ്ങൾ ലഭിക്കുന്നു. ഒന്ന്, സത്യം അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണമായവൻ എന്നർത്ഥമാണ്. രണ്ടാമതായി, ആയിരിക്കുക എന്നർത്ഥത്തിൽ യഹോവ എന്ന നാമം വ്യഞ്ജിപ്പിക്കുന്നത് ദൈവം വെറും സത്യം എന്ന് മാത്രമല്ല, അതിലുപരി സദാ സന്നിഹിതനും കർമ്മനിരതനുമായി അസ്തിത്വമുള്ള ഒരു ദൈവം. ചുരുക്കത്തിൽ തൻ്റെ സ്വന്തം ജനത്തിനു വേണ്ടി എപ്പോഴും പ്രവർത്തന സന്നദ്ധനായ ദൈവമെന്നാണ് യഹോവ എന്ന നാമത്തിൻ്റെ പൊരുൾ. പുറപ്പാട് പുസ്തകത്തിൽ അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും, ഞാനാകുന്നവൻ ഞാനാകുന്നു. യഹൂദർ തങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ വായിക്കുന്ന സമയത്ത് ബോധപൂർവം യഹോവ എന്ന നാമം ഉച്ചരിക്കാതെ ദൈവശക്തിക്ക് ഊന്നൽ നൽകി എൻ്റെ കർത്താവ് എന്നർത്ഥം വരുന്ന അഡോണായി എന്ന് വായിച്ചിരുന്നു. എബ്രായ ഭാഷയിലുള്ള യഹൂദ വേദഗ്രന്ഥങ്ങളിൽ പഴയ നിയമത്തിൽ സ്വരാക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല. വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത്. എന്നാൽ 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വേദഗ്രന്ഥങ്ങൾ പകർത്തി എഴുതിയ പണ്ഡിതന്മാർ ദൈവത്തിൻ്റെ വിശുദ്ധനാമം ഉച്ചരിക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് യാഹ്വേ എന്നുച്ചരിക്കുന്ന മൂലപദത്തിനടിയിൽ അഡോണായി എന്ന നാമത്തിൻ്റെ സ്വരാക്ഷരങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യാഹ്വേ എന്നുച്ചരിക്കുന്നത്. യാഹ്വേ എന്നുച്ചരിക്കുന്ന മൂലപദത്തിൻ്റെ വ്യഞ്ജനാക്ഷരങ്ങളും അഡോണായി എന്ന പദത്തിൻ്റെ സ്വരാക്ഷരങ്ങളും കൂടിച്ചേർന്നാണ് യാഹ്വേ എന്ന ഉച്ചാരണം ഉണ്ടാകുന്നത്. ഇത് സാധാരണ എബ്രായ ഉച്ചാരണ രീതിയല്ല. BC 2-ഉം 3-ഉം നൂറ്റാണ്ടുകളിൽ പഴയ നിയമം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്ത പണ്ഡിതന്മാർ വിശുദ്ധ നാമം വിവർത്തനം ചെയ്തിരുന്നില്ല. പകരം അവർ അഡോണായി എന്ന പദത്തിൻ്റെ അർത്ഥം കർത്താവ് എന്ന് വരുന്ന കുറിയോസ് എന്ന യവന പദമാണ് ഉപയോഗിച്ചിരുന്നത്. പ്രിയരെ, അപ്പോൾ വേദപുസ്തക വിവർത്തകർ യാഹ്വേ എന്ന പദത്തെ കർത്താവെന്ന് വിവർത്തനം ചെയ്യുന്നു. ഇവിടെ ആ കർത്താവിനെ ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. അതിൻ്റെ കുറച്ചുകൂടെ മൂലപദത്തിൻ്റെ അർത്ഥം എടുത്തു പഠിച്ച് വരുമ്പോൾ ഇവിടെ നമുക്കിങ്ങനെ പറയാൻ കഴിയും, കർത്താവിൻ്റെ ഇടയനാകുന്നു. എത്ര വളരെ വ്യക്തമായിട്ടാണ് യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എവിടെയെല്ലാം നമ്മുടെ കർത്താവ് വന്നുവോ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് യാഹ്വേ. ആ യേശുവിനെ ഈ മൂലപദത്തിൻ്റെ അർത്ഥങ്ങൾ എടുത്തു നോക്കി നാം പഠിക്കുമ്പോൾ യേശു എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുന്നൊരു വ്യക്തി ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. സകലത്തെയും സൃഷ്ടിച്ച ദൈവം എൻ്റെ ദൈവമാകുന്നു. സകലത്തിലും എനിക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി
പ്രവർത്തന നിരതനായിരിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാകുന്നു. നോക്കൂ, സകലത്തെയും സൃഷ്ടിച്ചവൻ, തൻ്റെ ജനത്തിനു വേണ്ടി കർമ്മനിരതനായിരിക്കുന്നൊരു ദൈവം, ആ ദൈവം എൻ്റെ ഇടയനായി മാറിയാൽ ദാവീദ് എത്ര അർത്ഥവത്തായിട്ട് പറയുകയാണ്. സൃഷ്ടിച്ച ദൈവം, കർമ്മനിരതനായിരിക്കുന്ന ദൈവം എൻ്റെ പിതാവായി, എൻ്റെ ഇടയനായി, എൻ്റെ കർത്താവായി തീർന്നാൽ എനിക്കെങ്ങനെയാണ് മുട്ടുണ്ടാകുന്നത്? ഇന്ന് ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ അടുക്കൽ എത്ര രോഗികൾ വന്നു. കർത്താവെ, ഭൂതം ബാധിച്ചവർ, രോഗികൾ, മരിച്ച ശവപ്പെട്ടിയിൽ കൊണ്ട് നടന്നു വന്ന വിലാപയാത്രക്കിടയിൽ നടന്നു വന്നവർ, അവരെല്ലാം വിളിക്കുന്ന വിളി, യേശുവേ, ദാവീദ് പുത്ര, കർത്താവേ. ആ കർത്താവ് ആര് എന്നുള്ളത് അല്പം ചരിത്രപരമായിട്ടാണ് നമ്മൾ ചിന്തിച്ചത്. ആ കർത്താവ് സൃഷ്ടിക്കുന്ന ദൈവം, ആ കർത്താവ് പ്രവർത്തന നിരതനായിരിക്കുന്ന ദൈവം, എപ്പോഴും തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം. ഈ വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ചെല്ലുന്ന ദൈവവേദിലെ നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഹൂ ഈസ് മൈ ഗാഡ്? ആരാ എൻ്റെ ദൈവം? ആരാണ് എൻ്റെ ഇടയൻ? ഹൂ ഈസ് മൈ ഷെപ്പേർഡ്? ആരാ എൻ്റെ ഇടയൻ? എൻ്റെ ഇടയൻ സൃഷ്ടിക്കുന്നവനാണ്. എന്നിലൊരു അവയവം നഷ്ടപ്പെട്ടു പോയാൽ അതിനെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവൻ. അതേ പ്രിയരെ, വാസ്തവമായി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, ആ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇറങ്ങി വന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. നമുക്ക് വേണ്ടി കർമ്മനിരതനായിരിക്കുന്നൊരു ദൈവം, ഒരിക്കലും ഉറങ്ങാത്ത, മയങ്ങാത്ത ഇസ്രായേലിൻ്റെ പരിപാലകൻ. നാം ദൂരദേശത്തേക്ക് നമ്മുടെ തലമുറകളെ അയക്കുമ്പോൾ നമുക്ക് പോകാൻ കഴിയത്തില്ല എങ്കിലും നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവിടെയും ദൈവത്തിൻ്റെ മതിൽ കെട്ടി സൂക്ഷിക്കുന്ന ദൈവിക സാന്നിധ്യം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ തിരുവചനം കേൾക്കുമ്പോൾ ഏതെല്ലാം വിഷയത്തിൻ്റെ നടുവിൽ ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ, കണ്ണുനീരോടെ ആയിരിക്കുന്നു, ഈ രണ്ട് വാക്കുകൾ ഓർക്കുക. എനിക്ക് വേണ്ടി സൃഷ്ടിച്ച ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ, തൻ്റെ ചാണുകൊണ്ട് ഭൂമിയെ അളന്നവൻ, തൻ്റെ കൈക്കുമ്പിളിൽ സമുദ്രത്തെ എടുത്തവൻ, ആ സൃഷ്ടിച്ച കർത്താവിൻ്റെ ഇടയനാകുന്നു. 2, കർമ്മനിരതനായിരിക്കുന്നൊരു ദൈവം. 24 hours, 24 മണിക്കൂറും എന്നെ ഓർക്കുന്നൊരു കർത്താവ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം. പിന്നെ ഞാനെന്തിനാ ഭാരപ്പെടുന്നേ? അതുകൊണ്ടല്ലേ യേശു മത്തായി 6 പറയുന്നത്, നിങ്ങളെന്തിനു വിചാരപ്പെടുന്നു? നമ്മെക്കുറിച്ച് നമ്മേക്കാളുപരി വിചാരപ്പെടുന്ന ഒരു ഇടയൻ നമുക്കുള്ളത് കൊണ്ട് ദൈവത്തോട് പറയുക. ഒരിക്കൽ കൂടെ ദാവീദ് പറഞ്ഞതുപോലെ, ആ കാട്ടിനകത്ത് അമ്മയില്ല, അപ്പനില്ല, സഹോദരങ്ങളില്ല, ഹിംസ്ര ജീവികൾ ചുറ്റും. നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ നടുവിൽ, പട്ടണത്തിൻ്റെ നടുവിൽ, നിങ്ങളെ തകർത്ത് കളയുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ വിശ്വാസത്താൽ 2 വാക്കുകൾ മാത്രം ഹൃദയത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട്, യവന പദങ്ങളോ ഗ്രീക്ക് പദങ്ങളോ എബ്രായ പദങ്ങളോ ഒന്നും ഓർക്കണ്ട, 2 ചിന്തകൾ മാത്രം നമ്മുടെ ഉള്ളിൽ നിൽക്കട്ടെ. എൻ്റെ ഇടയൻ സൃഷ്ടിച്ച ദൈവമാണ്, എനിക്ക് വേണ്ടി ഇന്നും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ. എൻ്റെ ഇടയൻ എനിക്ക് വേണ്ടി എല്ലായ്പ്പോഴും കർമ്മനിരതനായിരിക്കുന്നൊരു ദൈവമാണ്. ആ ദൈവമാണ് എൻ്റെ ഇടയൻ. സോ ഐ ഡോണ്ട് ബി വറി. എനിക്ക് ദുഃഖമില്ല, എനിക്ക് പ്രയാസമില്ല. എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ പ്രഭാതം ഒരു വിടുതലിൻ്റെ, ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.